ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ റെയിൻ വാട്ടർ, അതായത് മഴവെള്ളം നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നും ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഇറക്കാമെന്നും എന്തൊക്കെ ഫിറ്റിങ്സുകളൊക്കെ കൂടുതൽ ഉപയോഗിച്ച് നമുക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമെന്നും ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു, അതിൻ്റെ പാത്തി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതിൽ നിന്നും സാധാരണ കോമൺലി വരുന്നത് 3 ഇഞ്ച് പാത്തിയും, അതായത് അതിൻ്റെ ഔട്ട് വരുന്നത് 3 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചാണ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു ബെൻഡ് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഷോർട്ട് ബെൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷോർട്ട് ബെൻഡ് ഉപയോഗിച്ച് നേരെ ഭിത്തിയിൽ, അതായത് പാരപ്പറ്റ് കെട്ടിയിരിക്കുന്ന ഭിത്തിയിൽ 2 സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് വരുന്ന സമയത്ത് ഷെയ്ക്കാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഉറപ്പിച്ചതിന് ശേഷം ഏറ്റവും താഴെ നമ്മളൊരു ഷോർട്ട് ബെൻഡാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ വെച്ചിരിക്കുന്നത് ഒരു സൈഡിലേക്ക് ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം വരുന്ന വെള്ളത്തിന് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് നമ്മുടെ സൈഡിൻ്റെ ആ സൈഡിലെ ബീഡിങ്ങുമ്പോൾ തട്ടി പുറത്തേക്ക് തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്നിരുന്ന വെള്ളമാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡോർ എൽബോ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ സിസ്റ്റം കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, കരിയില അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്ന് അടിയുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ ഡോർ ഊരി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെട്ടെന്ന് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിന് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ സിസ്റ്റം വരുന്ന ഏത് വേണമെങ്കിലും ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഡോറ് നമുക്ക് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കരിയില്ല. എന്തായാലും മുകളിൽ നിന്ന് പറന്ന് കാര്യങ്ങളൊക്കെ കാറ്റൊക്കെ വരുന്ന സമയത്ത് മരങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കരിയിലയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മഴ കൂടി നനഞ്ഞു കഴിയുന്ന സമയത്ത് അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഏരിയയിൽ നിന്ന് വരുന്ന 3 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. 3 ഇഞ്ച് പൈപ്പ് ഒരു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബെൻഡ്, ഷോർട്ട് ബെൻഡും സാധാ ബെൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നേരെ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് 245 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എൽബോ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് എൽബോ ഒഴിവാക്കുന്നതാണ്. കാരണം ബ്ലോക്ക് കൂടുതൽ എൽബോ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു 45 ബെൻഡ്, ഷോർട്ട് ബെൻഡ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകൾ ഉപയോഗിക്കുന്നതാണ് അത്യുത്തമം. കാരണം എൽബോ പൊസിഷൻ വരുന്നത്, എൽബോ നമുക്ക് ഡോർ എൽബോ യൂസ് ചെയ്യാൻ, കാരണം ഡോറിൻ്റെ നമുക്ക് തുറന്ന് നോക്കുന്നതിന് ഡോർ എൽബോ ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡോർ എൽബോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എൽബോ ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിയിലേക്ക് വന്നടയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഡോർ എൽബോ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ എൽബോ കൊടുത്തു, പിന്നെ ഒരു ഷോർട്ട് ബെൻഡ് കൊടുത്തു. അതിനുശേഷം നേരെ നമ്മൾ ഭിത്തിയിലേക്ക് അടുപ്പിച്ച് വായുവിൽ നിർത്തുന്നതിൽ നല്ല ഭിത്തിയിലേക്ക് സാഡിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നും അത് നിലനിൽക്കും. അതുപോലെ തന്നെ എത്ര മഴവെള്ളം വന്നാലും അത് ഷെയ്ക്ക് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു 40 ഫീറ്റ് ചരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വെള്ളം കാര്യങ്ങൾ അതുപോലെ തന്നെ താഴേക്കും ഇതുപോലെ തന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാക്സിമം നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽബോ കാര്യങ്ങൾ ഒഴിവാക്കുക. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോർ എൽബോ ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഡോറിൻ്റെ സിസ്റ്റം വരുന്ന രീതിയിലുള്ള ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഡോർ എൽബോ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് വെള്ളം ഉറക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.